സർക്കുലാർ മോഷൻ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചു ഒരു ലീനിയർ മോഷന്റെ കാര്യം അല്ലേ? ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? എ മോഷൻ വിത്ത് റെസ്പെക്ട് ടു എ സിംഗിൾ ആക്സിസ്, അല്ലെങ്കിൽ ഒരു സെയിം ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്നു. സെയിം ഡയറക്ഷൻ ഓർ എക്സ് ആക്സിസ് ഓർ ഇൻ എ പ്ലെയിൻ. അങ്ങനെ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എക്സും വൈയും ആക്സിസ് ആണ് ഇത് രണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് വൈ പ്ലെയിനിലെ മോഷനാന്ന് പറയാം. ഇനി എക്സ് ആക്സിന് പാരലായിട്ട് എക്സ് ആക്സിലൂടെ മാത്രമാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്കൊരു ലീനിയർ മോഷൻ എന്ന് പറയാം. ലീനിയർ മോഷനിൽ നമ്മൾ എക്സ് ആണ് നമ്മളുടെ ഡിസ്റ്റൻസ്. എക്സിനെ നമ്മൾ വെക്ടറായിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതും. എക്സ് ബൈ ടി അതാണ് നമ്മളുടെ വെലോസിറ്റി. വെലോസിറ്റി ബൈ ടൈം അതാണ് നമ്മുടെ ആക്സലറേഷൻ. ഇത്രയും ഓർമ്മയുള്ളതല്ലേ? ഇത്രയും ഓർക്കുന്നില്ലേ? Now we are going to discuss the circular motion. അപ്പം that means a body is moves along the circumference of a circle. Circumference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് എന്ന് പറയും. അപ്പോൾ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്? ഒരു പാർട്ടിക്കിൾ പി ആണെങ്കിൽ ആ പാർട്ടിക്കിള് ഇവിടുന്ന് ഇതിൻ്റെ സർക്കംഫറൻസിലൂടെ മാത്രം മൂവ് ചെയ്യും. അപ്പം ലെറ്റ് കൺസിഡർ ഈ പാർട്ടിക്കിൾ ആദ്യം ഇരുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റാണ്. ഇത് മൂവ് ചെയ്തതാ ഇവിടെ എത്തിയ ആ പോയിന്റ് നമുക്ക് ബി എന്ന് എഴുതാം. അപ്പൊ എ മുതൽ ബി വരെയും അത് മൂവ് ചെയ്തതിനെയാണ് നമ്മളൊരു സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് നമുക്ക് കിട്ടും? ഒരു ആംഗിൾ കിട്ടും, തീറ്റ. സോ ദിസ് തീറ്റ ഈസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞാൽ എന്നാണ്? The angle swept by the particle. The angle swept എന്ന് പറഞ്ഞാൽ തുടച്ചത് മാറ്റുക, തൂത്ത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കവർ ചെയ്യുക. ദ ആംഗിൾ, ആ വാക്ക് ഓർത്തിരിക്കും കേട്ടോ. ദ ആംഗിൾ swept by a particle along the circumference of a circle. Circumference of a circle. അതിനെയാണ് നമ്മൾ അതിൻ്റെ തീറ്റ അല്ലെങ്കിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? ഇതിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണോ മൂവ് ചെയ്തത്, അപ്പം അതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു. ഇനി അവിടുന്ന് ഇങ്ങോട്ടാണോ, സോ ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ദെൻ നെക്സ്റ്റ് വെലോസിറ്റിക്ക് പകരം ഇവിടെ നമ്മൾ പറയുന്നത് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ ഡിസ്റ്റൻസ് അല്ലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. നെക്സ്റ്റ് വൺ ആംഗുലാർ വെലോസിറ്റി. എഴുതുന്ന ലെറ്റർ ഒമേഗ. ഒമേഗ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ തീറ്റ ബൈ ടി. അപ്പം തീറ്റ ബൈ ടി, തീറ്റ എന്ന് പറഞ്ഞ ആംഗിളാണ്. നമുക്ക് ഡിഗ്രിയിൽ അളക്കാം. തീറ്റയ്ക്ക് 2 യൂണിറ്റ് ഉണ്ട്, ഡിഗ്രി അല്ലെങ്കിൽ ഏതാണ്? റേഡിയൻ. നമ്മൾ മെയിൻലി റേഡിയനിലാണ് ആംഗിൾ അളക്കുന്നത്. അപ്പോൾ ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ്. നമുക്ക് ഈ മൾട്ടിപ്പിൾ ചോയ്സിലൊക്കെ ചോദിക്കും ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്നാന്നൊക്കെ. ഇനി നമുക്ക് അറിയേണ്ടത് ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ that is represented by alpha. Then angular acceleration is equal to angular velocity by time or omega by t. അതിൻ്റെ യൂണിറ്റ് എന്നായിരിക്കും? റേഡിയൻ ബൈ ടൈം ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ.
ഇവിടെ ഏതായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ്. എക്സ് എന്ന് പറയുന്നത് മീറ്റർ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ. ഒമേഗ എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ്. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നോക്കിക്കേ, ഓരോന്നും ഓരോ കോളത്തിലിടാം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും അതിൻ്റെ ഫിഗറും അതിൻ്റെ യൂണിറ്റും, then angular velocity, then angular acceleration. This is in the case of a circular motion. Sorry, ഒരു ലീനിയർ മോഷൻ. ഇത്രയും നോട്ട് ചെയ്യാവോ? ലീനിയർ മോഷൻ ആൻഡ് സർക്കുലർ മോഷൻ. ഇതിലൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുള്ള ഒരു റിലേഷനാണ്. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. അതെന്നാന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഫോഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബോഡി, ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ എൻ്റെ കയ്യിൽ ഒരു നൂല് കെട്ടി ഒരു കല്ല് കറക്കുന്നു. അതിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? അതൊരു കൃത്യം സർക്കിളിലൂടെ നമ്മുടെ തലയുടെ ചുറ്റും ഇങ്ങനെ കറങ്ങും അല്ലേ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ട് കറങ്ങാൻ കാരണം? ദ മോഷൻ ഓഫ് എ സ്റ്റോൺ ഇൻ എ സ്ട്രിങ് അറൗണ്ട് us. നമ്മുടെ ചുറ്റും ഒരു കല്ല് ഇങ്ങനെ കൃത്യമായിട്ട് മൂവ് ചെയ്യാനുള്ള കാരണം എന്നാണ് ലീന? നമ്മൾ വിട്ട് അങ്ങ് തെറിച്ചു പോകും അല്ലേ? അപ്പം അതിൻ്റെ കാര്യം ഇതാണ്, ദ ഫോഴ്സ് ഇൻവേർഡ്സ്. അകത്തേക്കുള്ള ഫോഴ്സ്, ഇൻവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ദ ഫോഴ്സ് ആക്ടിങ് ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഇൻവേർഡ്സിലോട്ടുള്ള ഫോഴ്സ് അത് കൃത്യമായ ഫോഴ്സ് തന്നെ ആയിരിക്കും. ഔട്ട്വേർഡ്സിലെ ഫോഴ്സും എങ്കിൽ നമ്മൾ പറയുന്നതാണ് ആ ബോഡി സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ ഒരു യൂണിഫോം സർക്കുലാർ മോഷൻ. യൂണിഫോം സർക്കുലാർ മോഷനിലായിരിക്കും. യൂണിഫോം സർക്കുലാർ മോഷനിൽ എങ്ങനെയായിരിക്കണം? ഫോഴ്സ് സെയിം ആയിരിക്കണം അല്ലേ? ഫോഴ്സ് സെയിം ആയിരിക്കും. എപ്പോഴെങ്കിലും ഫോഴ്സിന് വ്യത്യാസം വന്നാൽ ഇത് കയ്യിൽ നിന്ന് അങ്ങ് തെറിച്ചു പോകും, അല്ലെ അയച്ചയച്ച് ഫോഴ്സ് കുറച്ച് വന്നാൽ നമ്മുടെ കയ്യിലേക്ക് വരും. അപ്പം അകത്തേക്കുള്ള ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ, ടുവേർഡ്സ് ദ സെന്റർ ഓഫ് എ സർക്കുലാർ മോഷൻ. അത് പുറത്തേക്ക് പോകുന്ന ഫോഴ്സിന് തുല്യമായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ദ ഫോഴ്സ് ആക്ടിങ് ഔട്ട്വേർഡ്സ് ടു എ സർക്കുലാർ മോഷൻ. അപ്പൊ അകത്തേക്ക് വരുന്ന ഫോഴ്സ്, അകത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കും. ഇതൊക്കെ ചോദിക്കാം. പുറത്തേക്ക് പോകുന്ന ഫോഴ്സിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കും, ഫ്യൂഗൽ ഫോഴ്സ്. ഇനി ഇത് എപ്പോഴാണ് സ്റ്റേബിൾ ആകുന്നത്? വെൻ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആകുമ്പോൾ മാത്രം. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ വാല്യൂ പരീക്ഷയ്ക്ക് പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഇപ്പം ഇവിടെ നമ്മൾ എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് കറങ്ങുന്നതെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ക്യാപിറ്റൽ ആറോ സ്മോൾ ആറോ എഴുതാം. ആർ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ നിന്ന് ഇങ്ങോട്ടുള്ള റേഡിയസ്. എം ഈസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, വി ഈസ് ദ velocity of the object, r is the radius of the circle through which the stone
is in motion. ഏത് സർക്കിളിലൂടെയാണോ സ്റ്റോൺ മൂവ് ചെയ്യുന്നത് അതിന്റെ റേഡിയസ് ആണ് ആർ. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? mv²/r. ഇതാണ് അടുത്ത നമുക്ക് റൊട്ടേഷൻ മോഷനിൽ പഠിക്കേണ്ടത്. അപ്പം ഒരു റൊട്ടേഷൻ മോഷൻ കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ കാരണം അകത്തേക്കുള്ള ഫോഴ്സ് ഈക്വൽ ടു പുറത്തേക്കുള്ള ഫോഴ്സ്. അത് എപ്പോഴെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോവും. അകത്തേക്കുള്ള ഫോഴ്സിന് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും, പുറത്തേക്കുള്ള ഫോഴ്സ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അത് തുല്യമായതിനാൽ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ മതി. സോ ദ ഫോഴ്സ് ഓഫ് എ സ്റ്റോൺ മൂവിങ് through a circular path, then the force acting toward the center, that is called centripetal force. The value is equal to mv²/r. Where m is the mass of the bob or stone, v is the velocity around the circle, and r is the radius of the circular path. Clear ആണോ? സംശയമുണ്ടോ ചോദിക്കണേ. So the relation connecting linear velocity and angular velocity. അറിയാവോ റിലേഷൻ? ലീനയ്ക്ക് അറിയാം അതിന്റെ ഇക്വേഷൻ? അലീന ഇല്ല. ഒന്ന് നോക്കിയേ, വി കൂട്ടിയൊരു ഇക്വേഷൻ. അറിയാവോ? ഇല്ല. വി is equal to r omega. കേട്ടിട്ടുണ്ടോ? വളരെ അത്യാവശ്യമുള്ള കേട്ടോ. വി is equal to r omega. So we can prove this. I will do this thing. Let's consider a circular motion of a particle. And in that case, let r is the radius of that circle. And it is the initial position at t1. And at after a time interval delta t, this particle is reaches to another position. ഇത് നമുക്ക് എ എന്ന് എടുക്കാം, ഇത് ബി എന്ന് എടുക്കാം. ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയം കൊണ്ട് ഈ പാർട്ടിക്കിൾ എയിൽ നിന്ന് ബിയിലെത്തി. ഓക്കെ, എയിലും ബിയിലും ഈ പാർട്ടിക്കിളിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എയിലെ ഈ പാർട്ടിക്കിളിന്റെ മോഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നന്ദന, എയിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എയിലൂടെ എന്ത് ചെയ്താൽ മതി? ഒരു ടാൻജന്റ് വരച്ചാൽ മതി അല്ലേ? The tangent gives the direction of the particle at any point. രണ്ടാമത്തെ പോയിന്റിലാണെങ്കിലും we can draw a tangent here and that gives the direction of motion of that particle at p. അപ്പൊ t equal to 0-യിൽ നിന്ന് ഡെൽറ്റ ടി സമയം സഞ്ചരിച്ചാൽ ഇവിടെ ടി എത്രയാകും? ഡെൽറ്റ ടി ആകും. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ലെറ്റ് കൺസിഡർ ഹിയർ ഒരു സ്മോൾ ചേഞ്ച് ഡെൽറ്റ തീറ്റ ഉണ്ടായാൽ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എഴുതി തന്നിട്ടുണ്ടായിരിക്കും ഇതൊക്കെ. ഇവിടുത്തെ ആംഗിളിന്റെ വാല്യൂ എത്രയാണ്? ആംഗിൾ എത്രയാണ് നന്ദന പറഞ്ഞേ? ആംഗിൾ എത്രയാണ്? ഡെൽറ്റ തീറ്റ. ആർക്ക് എത്രയാണ്? ഈ വാല്യൂവിനെ ആർക്ക് എന്ന് വിളിക്കുന്നത് എ ബി ബൈ റേഡിയസ് എത്രയാണ്? Let it is capital R, radius capital R. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഇൻറ്റു ആർ എന്ന് എഴുതാം അല്ലേ? രണ്ടിനെയും ഒരു ഡെൽറ്റ ടി കൊണ്ട് ഹരിക്കുക. അപ്പൊ എ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി ഇൻറ്റു ആർ. എ ബി ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്നാ?
ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ബൈ ടൈം. അതെന്നതായിരിക്കും? വെലോസിറ്റി അല്ലേ? ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതെന്തായിരിക്കും? ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇൻറ്റു ആർ ഓർ വി ഈക്വൽ ടു ആർ ഒമേഗ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ദ ലീനിയർ വെലോസിറ്റി അല്ലേ? വി ലീനിയർ വെലോസിറ്റിയും ഒമേഗ ആംഗുലാർ വെലോസിറ്റി. ദിസ് ഈസ് ദ relation connecting linear velocity and angular velocity. Clear ആണോ? വെരി സിമ്പിൾ. ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, മനസ്സിലായി. മനസ്സിലായി നന്നായിട്ട്. ഞാൻ ചോദിച്ചേ, ഒമേഗ ഈക്വൽ ടു 2π ന്യൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2π. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 ടൈം പീരീഡ്. 2π/t. ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റൊട്ടേഷൻ ഡിവൈഡഡ് ബൈ അതിനടുത്ത സമയം. അപ്പൊ എങ്ങനെ കൊടുക്കാം? 2π × 1/n സമയം ആയതുകൊണ്ട് സ്മോൾ ടി. അപ്പൊ എങ്ങനെ വരും? 2π മോളിപ്പോ 2πn/t എന്നാവും അല്ലേ? ശരിയാണോ? അത് ടി മോളിൽ പോവോ? ഇല്ലല്ലോ. 2π റെസിപ്രോക്കൽ എടുക്കാം 1/1 × t/n/t/1 2πn/t. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വന്നാലേ നമ്പർ ഓഫ് ടേൺ ടൈമും ചോദിച്ചാൽ ഇത് നമുക്ക് പഠിക്കാം. 2π ന്യൂ ഓർ ഒമേഗ ഈക്വൽ ടു 2π/t ക്യാപിറ്റൽ ടി. ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് ഓഫ് റൊട്ടേഷൻ. ടൈം പീരിയഡ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ഫോർ വൺ ഓസിലേഷൻ. ഓസിലേഷൻ അല്ല, വൺ റൊട്ടേഷൻ. Now this chapter is over. Any doubts? ചോദിച്ചോ.